വ്യവസായ സബ്മിറ്റ് പൊളിക്കാൻ വേണ്ടി അശ്രാന്തം പണിയെടുത്ത മനോരമയ്ക്ക് മന്ത്രി പി രാജീവ് മുമ്പ് കൊടുത്തൊരു പ്രതികരണം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ആ പ്രതികരണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് പത്രത്തിന്റെ? മനോരമ. മനോരമയോടൊന്ന് പറയാന്ന് വിചാരിച്ചിരിക്കുക. അതെ, മനോരമയടുത്ത് 4 പറയാനുണ്ട്. അതെങ്ങനെ പറയാതെ പോകാൻ പറ്റും? ഈ പ്രതികരണം മന്ത്രി നടത്തിയത് വ്യവസായ സംരംഭക വർഷത്തെ സംബന്ധിച്ച് വ്യാജ വാർത്തയിലൂടെ അതിനെ പൊളിക്കാൻ വേണ്ടി മനോരമ 1-2 വ്യവസായങ്ങൾ പൂട്ടിപ്പോയതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അന്ന് വാർത്ത എന്നുള്ള നിലയ്ക്ക് നടത്തിയ പിതൃശൂന്യതയ്ക്ക് കൊടുത്ത മറുപടിയാണ്. ആ മറുപടി കേരളം ഇപ്പോൾ ഒന്നുകൂടി കേട്ടിരിക്കണം. കാര്യം ഈ സന്ദർഭത്തിലും എങ്ങനെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ വേണ്ടി 26 രാജ്യങ്ങളിലെ പ്രതിനിധികൾ എത്തിയ സന്ദർഭത്തിലും മനോരമ ഇവിടെ ആശാ വർക്കർമാരെ കളത്തിലിറക്കി കളിക്കുന്നുണ്ടല്ലോ. അതിന് കോൺഗ്രസിന് നിർദ്ദേശം കൊടുക്കുകയും അത് വെച്ച് കത്തിച്ച് ചർച്ച നടത്തിക്കൊണ്ട് ഈ നടക്കുന്ന പരിപാടിയുടെ ശോഭ കെടുത്തുകയാണ് ലക്ഷ്യം വെച്ചതും. ആര് 3G? മനോരമ 3G. സർക്കാരിനൊരു പുല്ല് സംഭവിച്ചിട്ടില്ല. ചാണ്ടിമുഖ്യൻ്റെ കാലഘട്ടത്തിൽ, ഏത് ചാണ്ടിമുഖ്യൻ? മനോരമയുടെ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ട ചാണ്ടിമുഖ്യൻ്റെ കാലഘട്ടത്തിൽ 1000 ഉലുവ മാത്രം പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് നൽകിയിരുന്ന മുഖ്യമന്ത്രിയുടെ കാലത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇന്നിപ്പോൾ അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കണമത്രേ. ഈ സബ്മിറ്റിൻ്റെ ശോഭ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലെ ഈ സമരത്തോടു കൂടി അങ്ങ് തകർത്ത് കളയാമെന്നാണ് മനോരമ കരുതിയിരുന്നത്. പക്ഷേ ഒരു ചുക്ക് സംഭവിച്ചില്ല. കേരളം ആ തട്ടിപ്പിനെയും മറികടന്ന് വളരെ ശക്തമായി മുന്നോട്ട് പോയി. എങ്ങനെ? ഇന്ത്യയിൽ മറ്റൊരിടത്തും കൊടുക്കാത്ത ഓണറേറിയം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിച്ചതിനോടൊപ്പം തന്നെ വ്യവസായ സബ്മിറ്റിൽ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം കോടികളുടെ നിക്ഷേപം ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ആ സന്ദർഭത്തിലാണ് നേരത്തെ മനോരമയോട് 4 പറയണമെന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞത് എന്താണെന്ന് നാട് കേട്ടിരിക്കണം. മനോരമയ്ക്ക് എല്ലാ കാലത്തും ക്ഷീരമുള്ളോരകിടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് സാധനം എന്ന് പറയുന്ന അതേ വാചകം അന്വർത്ഥമാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഏത് പത്രത്തിന്റെ? മനോരമ. മനോരമയോടൊന്ന് പറയാന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് താങ്കളോട് വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് മനോരമയുടെ ലേഖകൻ ഈ പ്രശ്നം സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിക്കുന്നത്. എന്നാൽ ഉത്തരങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ന്യൂസാണോ പ്രിന്റാണോ? ന്യൂസിൽ ഒരു ദിവസം വലിയൊരു ക്യാമ്പയിനാണ്, പഴുതടച്ചുള്ള അന്വേഷണം, ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ ടീം, എല്ലാവരും. ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സംരംഭങ്ങളൊന്നും ആരംഭിക്കുന്നില്ല എന്നതിന് വേണ്ടി ഇത്രയും അധ്വാനവും പണവും ചെലവഴിച്ചിട്ടുണ്ടാവുക. അതോടുകൂടി മലയാള മനോരമ കേരളത്തിലല്ല ലോകത്തിലെ മാധ്യമരംഗത്ത് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് മനോരമ തന്നെ പരിശോധിക്കേണ്ടതാണ്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ടോ? ഒരു 1000 സംരംഭം അല്ലെങ്കിൽ 10000 ഒക്കെ കാണിച്ചിട്ട് ഇത് സംരംഭം. നമ്മുടെ ഇപ്പൊ ഞാൻ വരുന്നത് രാവിലെ കൊച്ചിയിലായിരുന്നു. അവിടെ സിന്തേറ്റ് ഗ്രൂപ്പും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിട്ടൊരു MOU ആയിരുന്നു. 3300 കോടി രൂപയാണ് സിന്തേറ്റ് ഗ്രൂപ്പിന്റെ ടേൺ ഓവർ. ലോകം ഉപയോഗിക്കുന്ന 35% ഒലിയോറസിൻ അവരുണ്ടാക്കുന്നത്. ഗ്ലോബൽ ലീഡറാണ് സ്പൈസ് പ്രോസസ്സിങ്ങിന്റെ. പക്ഷെ അവരുടെ പരസ്യം ചില മനോരമ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ മനോരമ വഴി അവരുടെ എത്രയോ ദശലക്ഷക്കണക്കിന് വായനക്കാരും എത്രയോ സർക്കുലേഷൻ ABC ഉണ്ടെന്നാണ്. നമ്മൾ ആരും ഇതുപോലെ പുറകെ പോയി അന്വേഷിച്ചിട്ടില്ല അതുണ്ടോന്നുള്ളത്. അവരിലേക്ക് ഒന്നും ഇങ്ങനെ ഒരു വാർത്ത മനോരമ വഴി എത്തിയിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ ലോകത്തിലെ 1ാം നമ്പർ ലീഡർ സ്പൈസ് പ്രോസസ്സിങ്ങിൽ കേരളത്തിലാണുള്ളത്. കേരളമാണ് ഗ്ലോബൽ സ്പൈസ് പ്രോസസ്സിങ്ങിന്റെ ലീഡർ എന്നുള്ളത് ഒരിക്കലും മനോരമ കൊടുത്തിട്ടുണ്ടാകാനിടയില്ല. ലോകം കോവിഡിന്റെ പിടിയിൽ അമർന്നപ്പോ ഡൈമർ ടെസ്റ്റ് നടത്താനുള്ള കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് എടുത്ത് ഒരു മലയാളി കമ്പനി, ഇതൊരു കൗതുകം കൂടിയുണ്ട്. മനോരമ കൗതുക വാർത്തകളുടെ വാണിജ്യ പ്രയോഗത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നൈപുണ്യമുള്ള മാധ്യമ സ്ഥാപനം കൂടിയാണല്ലോ. ഒരു കൗതുകം കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വരി പോലും എന്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം എനിക്ക് മനോരമയിൽ നിന്ന് വായിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി അത് കേരളത്തിലാണ്. അത് ഇതുവരെ ഞാൻ മനോരമയിലൂടെ മനസ്സിലാക്കിയിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി നമ്മുടെ നാട്ടിലാണ്. കഴിഞ്ഞ വർഷം അവസാനം IBM കേരളത്തിൽ
അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. അത് ലോക്കലായിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ നാളെ 2 വരി കൊടുത്തെന്ന് പറഞ്ഞു വരരുത്. ഇന്നത്തെ മനോരമയ്ക്ക് സംരംഭം ചായ ഇങ്ങനെ അടിക്കുകയാണ്. എന്നുവെച്ചാൽ കേരളത്തിലെ സംരംഭം എന്ന് പറഞ്ഞാൽ ചായ അടിക്കലാണ്. ഇതാണ് ആ വരയോടുകൂടി. അപ്പൊ മനോരമ അസാധാരണമായ ഒരു ദൗത്യ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് മനോരമയുടെ ലേഖകൻ ഇത്രയും ഗവൺമെന്റിനും നാടിനുമെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയതിനു ശേഷം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അതിനാണ് താങ്കളോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ചാനൽ എഴുതി മന്ത്രി പി രാജീവിന് മറുപടിയില്ല. എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് വേണ്ടേ മറുപടി ഇല്ലാതെ എഴുതാനായിട്ട്? ഇന്നലത്തെ പത്രമാണ് കേട്ടോ. പട്ടിക പുറത്തുവിടാൻ ഭയന്ന് വ്യവസായ വകുപ്പ്. അതേസമയം അതിന് 3ാമത്തെ പാര, ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല. അതേസമയം ചില ജില്ലകളിൽ മാത്രമാണ് പിഴവുണ്ടായതെന്നും മറ്റുള്ളതെല്ലാം ശരിയാണെന്നുമാണ് മന്ത്രി പി രാജീവിന്റെ അവകാശവാദം. ഞാനാണ് സാർ ഈ പി രാജീവ്? എനിക്കൊരു അവകാശം ഉന്നയിക്കാൻ നിങ്ങളൊരു ചോദ്യമെങ്കിലും എന്നോട് ചോദിക്കണ്ടേ? വെറുതെ വാദിക്കാനെങ്കിലും ഒരു ചോദ്യം ചോദിക്കണ്ടേ? ഞാനിങ്ങനെ ജീവനോടെ ശ്വസിച്ച് ഹൃദയം ഇടിച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്നോടൊരു ചോദ്യമെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ? എന്നിട്ട് ഇത് ഒരു ലക്ഷണം മൊത്തം നുണയല്ലേ? മന്ത്രി പി രാജീവിന്റെ അവകാശവാദം എന്ന് എന്റെ പേരിൽ നിങ്ങളൊരു വാചകം കൊടുക്കുമ്പോൾ എന്നോടൊരു വരി, എന്റെ നമ്പറില്ലാത്ത ഏത് ലേഖാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ചീഫ് എഡിറ്റർ മുതൽ പ്രാദേശിക ലേഖം വരെ ഇല്ലേ? ഒരു വരി എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ മനോരമ എഴുതാൻ? ഏത് ജേർണലിസം എത്തിക്സ് ആണ് നിങ്ങൾ പിന്തുടരുന്നത്? അത് ശരിയാണോ? താങ്കളിപ്പോ ചോദിച്ചു, നല്ലത് തന്നെ, താങ്കളോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളിത് അടിക്കുമ്പോ എന്റെ അവകാശവാദം ഈ വായനക്കാരെന്ത് എഴുതും? എന്നോട് നിങ്ങൾ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു പല ജില്ലകളിൽ മാത്രമാണ് പിഴവുണ്ടായത്, മറ്റുള്ളതെല്ലാം ശരിയാണെന്നുമാണ് പി രാജീവിന്റെ അവകാശവാദം. അങ്ങനെ ചെയ്യാമോ ഒരു പത്രം? മനോരമയ്ക്ക് വളരെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള പത്രമല്ലേ. ഞങ്ങളെ വിമർശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്താദ്യം ഇപ്പൊ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു കാരണവശാലും കേരളത്തിൽ സംരംഭം ഉണ്ടാകരുത്. ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ വാർത്ത വായിച്ച് ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ പോലെ തന്നെ ഇവിടത്തെ ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസിലേക്ക് കുറെ ആളുകൾ ഇടിച്ചു കയറി. ലിസ്റ്റ് തരൂ. എന്താ ഉദ്ദേശം? ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കണം. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എന്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഇപ്പൊ ഇന്ന് എന്റെ 642ാമത്തെ ദിവസം എന്റെ മന്ത്രിയായത്. ഞാൻ ഞങ്ങൾ ഓരോ ദിവസം നോക്കുന്നുണ്ട്, ഈ ദിവസം എന്താ ചെയ്യേണ്ടത്, ഇനി എത്ര ദിവസം ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ഞങ്ങൾ ഈ 5 വർഷത്തെ മാനേജർമാരാണ്. ഈ നാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ചുമതല നമ്മൾ IIM കാലിക്കറ്റിൽ പോയി, അഹമ്മദാബാദിൽ പോയി, അവർ ട്രെയിനിങ് നടത്തി 24/7 പോലെ അവർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ സംരംഭകരോട് ചോദിക്കും, വ്യവസായ വകുപ്പിൽ ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ പഴയ രീതി ഉള്ളവരുണ്ടാകാം. അപ്പൊ അവരുടെ മുറയിൽ തകർക്കണം, എല്ലായിടത്തേക്കും ഇടിച്ചു കയറാണ്. ഇനിയിപ്പോ നിങ്ങൾക്കറിയാലോ, ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്, അവിടെ സംരംഭക സംഘമാണ്. മനോരമ വായിച്ച ആവേശത്തിൽ ആളുകൾ സംരംഭക സംഗമം കലക്കാൻ നിൽക്കുകയാണ് അവിടെ. അപ്പൊ മനോരമ എന്ത് ഉദ്ദേശിക്കുന്നു? ഞാൻ പറയുന്നത് ഇനിയും ശക്തമായ ആക്രമണം വരും. കാരണം ഈ ബഡ്ജറ്റിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1,28,000 കോടി രൂപയുടെ സാധനങ്ങൾ കേരളത്തിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതിൽ 92% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. വലിയൊരു ശക്തമായ എതിർപ്പ് വരാനിടയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു സംരംഭകൻ വിളിച്ചു എന്നോട്, സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ കുറച്ച് കടുപ്പാണെന്നാണല്ലോ പൊതുവെ പറയുന്നത്, ഒന്ന് തുടങ്ങിയുള്ളൂ, ഇപ്പൊ വിളി തുടങ്ങി. ആർക്കൊക്കെ ഞങ്ങൾ മറുപടി പറയണം? ഒരു സംരംഭം തുടങ്ങിപ്പോയി കേരളത്തിൽ. മനോരമ ലേഖകന് മറുപടി പറയണം, മനോരമ ന്യൂസിന് മറുപടി പറയണം, മനോരമയെന്ന് ഫോൺ നമ്പർ കിട്ടിയിട്ടാകാം യൂത്ത് കോൺഗ്രസ്സുകാരൻ വിളിക്കുന്നതിന് മറുപടി പറയണം, മറ്റ് ആളുകൾ വിളിക്കുന്നതിന് മറുപടി പറയണം. ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ സമ്മതിക്കുമോ കേരളത്തിൽ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. 17.3% ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വ്യവസായ വളർച്ച. നിങ്ങളൊരു വരി കൊടുത്തോ? 18.9% മാനുഫാക്ചറിംഗ് സെക്ടറിൽ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ്. മാനുഫാക്ചറിംഗ് സെക്ടർ 18.9% കോൺട്രിബ്യൂഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ കള്ളക്കണക്കാണല്ലോ, ഞങ്ങളുടെ എല്ലാം കള്ളക്കണക്കാണല്ലോ. SLBC നോക്കിക്കോ നിങ്ങൾ. ഈ വർഷത്തെ അവരുടെ ലോൺ നോക്കുമ്പോൾ SLBC ലോൺ പറയുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ മാസം 2 മാസം സാമ്പത്തിക വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോൾ അവര് കേരളത്തിൽ നൽകിയിരിക്കുന്നത് 42,965 കോടി രൂപയാണ്.
കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം അവർ നൽകിയത് 32,609 കോടി രൂപ, അല്ല 32,609 കോടിയാണ്. കഴിഞ്ഞ തവണ 32,609 കോടി കൊടുത്തപ്പോ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം കൂടി ബാക്കി നിൽക്കെ 40,965 കോടി രൂപ. നേരത്തെ പറഞ്ഞാൽ 40,900 എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 വർഷം കൂടി ഉള്ളപ്പോൾ തന്നെ 10,000 കോടി രൂപ അധികം MSMEകൾക്ക് ബാങ്കുകൾ, നിങ്ങൾക്ക് റിസർവ് ബാങ്കിനേക്കാൾ അന്വേഷണ സംവിധാനം ഉള്ളതാണല്ലോ മനോരമ. എന്നാ ബാങ്കിന്റെ കണക്ക് ഇതാ, ഇത് നിങ്ങളൊന്ന് ഒരു പഴുതടുത്ത അന്വേഷണം നടത്തട്ടെ, ഇതെല്ലാം ശരിയാണോ, നിങ്ങൾ അവരെയും പോയി ഒന്ന് ബുദ്ധിമുട്ടിക്ക്, ബാങ്കുകാരോട് ചോദിക്കുക നിങ്ങൾ ആർക്ക് കൊടുത്തു, ഏതാ കൊടുത്തത്, ഇത് ശരിയാണോ, ഇവർ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇനിയിപ്പോ ഞാൻ എല്ലാത്തിലേക്കും പോണില്ല, കാരണം നമ്മൾ നാട്ടിൽ ഇങ്ങനൊരു മാധ്യമം പ്രവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ സംരംഭക വർഷം 1 വർഷം തുടങ്ങി. പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റി ഉണ്ട്, മണ്ഡല തലത്തിൽ MLA-മാരുടെ നേതൃത്വത്തിൽ. ഞാൻ ഇരിക്കൂര് പോയി, കേരളത്തിന്റെ അതിർത്തി കർണാടകയോട് ചേർന്ന് നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ MLA ആണ് ഇരിക്കൂര്. അദ്ദേഹം വിളിച്ചുകൂട്ടിയ സംരംഭക സംഗമത്തിന് മുമ്പ് ഞാനും അദ്ദേഹവും പങ്കെടുത്ത് റിവ്യൂ കൂടി. അപ്പൊ ചില പഞ്ചായത്ത് പറഞ്ഞ് ഇവർ ടാർഗറ്റ് എത്തില്ല, കാരണം മലയോരാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, MLA ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഇരുന്നിട്ട് റിവ്യൂ നടത്തുമ്പോൾ ഇത് ടാർഗറ്റ് എത്താൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അദ്ദേഹം വിളിച്ചുകൂട്ടിയ സംരംഭക സംഗമത്തിൽ 400 ചില്ലാൻ കോടി രൂപയുടെ നിക്ഷേപം അവിടെ വന്നു. നിക്ഷേപം എന്ന് വെച്ചാൽ അപ്പൊ തുടങ്ങലല്ലോ. അതേപോലെ തൊട്ടപ്പുറത്ത് കല്യാശ്ശേരി ഇടതുപക്ഷ MLA ആണ്, അവിടെ ഇതുപോലെ റിവ്യൂ നടന്നു. ഞാൻ എല്ലാ MLA-മാർ റിവ്യൂ നടത്തുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് റിവ്യൂ നടത്തുന്നുണ്ട്, കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ട്, അവർക്ക് പരിശോധിക്കാം. ഇപ്പൊ ഞാൻ പറയല്ലോ, ചിലപ്പോ ഈ ഇത്രയും വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ മനോരമയ്ക്കും പറയാം, ഏത് മാധ്യമത്തിലും പറയാം. ഇപ്പൊ ഞാൻ ഈ ചായക്കടയാണോ കേരളത്തിൽ വന്നത്? ഞാൻ ഇന്നലെയാന്ന് കോഴിക്കോട് സൺഡേ കോഴിക്കോട്ടേക്ക് പോണ വഴിക്ക് കൊടുങ്ങല്ലൂര് മിനിഞ്ഞാന്ന് കൊടുങ്ങല്ലൂർ ഒരു സംരംഭം, ഞാൻ പോണ വഴിക്ക് ഒരു 10 സംരംഭമെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഉദ്ഘാടനം, ഇവിടെ ഞാൻ സന്ദർശിച്ചല്ലോ, നിങ്ങൾ പലരും ഉണ്ടാവല്ലോ. ഒരു ബാർബർ ഷാപ്പാണ് മനോരമ. ഇവിടെ കൊല്ലത്ത് താങ്കളൊന്ന് വാ, ഇവിടെ ട്രാൻസ്ജെൻഡർമാർ തുടങ്ങിയ ഒരു ഇതില്ലേ കൊട്ടിയത്ത്, ഞാനും പോയി. അതെങ്ങനെ നിങ്ങൾ കളിയാക്കാൻ പാടുണ്ടോ? ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയതാ, ഞാൻ പോയി സന്ദർശിച്ചു. ഇവിടെ ഒരെണ്ണം പുതിയത്, എന്ത് ആയുർവേദം ചെരുപ്പോ ഒരെണ്ണം. കഴിഞ്ഞ ദിവസം വെഞ്ഞാറുമൂടാൻ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ വെള്ളം, കുപ്പിവെള്ളം, ചെറിയ ഒരു പ്രവാസി വന്നിട്ടാണ് കുപ്പിവെള്ളം. 260 കോടിയുടെ കുപ്പിവെള്ളം പുറത്തുനിന്ന് വരുന്നുണ്ട് ഇവിടേക്ക്. 44 നദിയുണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ 260 കോടി തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരികയാണ്. അപ്പോൾ പ്രവാസി ചെറുപ്പക്കാരൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഞാൻ പറഞ്ഞത്, ഞായറാഴ്ച കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ ഇന്റീരിയർ ഇതുപോലത്തെ സാധനങ്ങളുടെ മുറിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരെ മാസ്ക് വെച്ചു, എനിക്ക് ഇനി പൊടി അടിക്കാൻ പ്രശ്നമുള്ളതുകൊണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ വീടിനേക്കാൾ വൃത്തിയാണ്. ജർമ്മൻ മിഷണറിയാണ്, കംപ്ലീറ്റ് സക്ക് ചെയ്ത് പോവാണ്. നേരെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി. ആ പ്ലൈവുഡ് കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാമിനനുസരിച്ച് കട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോയി എവിടേക്കാണ് ഹോൾ ഉണ്ട് അവിടെ ഹോളിട്ട്, ചിലയിടത്ത് ഇങ്ങനെ വരയൊക്കെ ഉണ്ടാവില്ല, ഇത് ഈ വീൽ ഓടാനുള്ളത്, അത് കൃത്യമായിട്ട് പ്രൊഡക്റ്റിങ് വരാണ്. അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾ നേരത്തെ വല്ലതും തുടങ്ങിയിരുന്നോ? കാരണം മനോരമയൊക്കെ ഉള്ള നാടാണല്ലോ. അപ്പൊ സാർ എൻ്റെ 3600 രൂപയുടെ കട്ടർ വെച്ചിട്ട് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇനി പുതിയ സംരംഭമാകാൻ പാടില്ല, കാരണം നിങ്ങൾ 3600 രൂപയുടെ കട്ടർ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു 8 കോടിയുടെ പുതിയത് വന്നാലും നേരത്തെ നിങ്ങൾക്ക് കട്ടർ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇതിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ചിലത് വന്നിട്ടുണ്ടാവും, റിപ്പീറ്റേഷൻ ഉണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിന്ന് വരാം, സ്വാഭാവികമല്ലേ. അപ്പൊ ഇന്ന് മനോരമയ്ക്ക് നാളെ പറയും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, മന്ത്രി സമ്മതിച്ചിരിക്കുന്നു, നാളത്തെ തലക്കെട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും. നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ സമഗ്രമായൊരു പഠനം നടത്താൻ IIM ഇൻഡോറിനെ ചുമതലപ്പെടുത്തി പ്രോസസ്സായില്ല. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു, അവരതിന്റെ പ്രൊപ്പോസൽ നൽകി. ആ പ്രൊപ്പോസൽ വെച്ച് ജനുവരി 4 നിങ്ങളുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്തു, ബിഗ് ഇമ്പാക്ട്. ജനുവരി 4 ഞങ്ങൾ അവരുടെ പ്രൊഫൈൽ കിട്ടിയ ഞങ്ങൾക്ക് അത്. അപ്പൊ അങ്ങനെയല്ലത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയാൻ ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചോട്ടെ. അതിനിടയിൽ സംരംഭം ആരെങ്കിലും തുടങ്ങിക്കോട്ടെ. ഇപ്പോ മനോരമ 2-3 മാസത്തെ അവരുടെ പരമ്പര ഉണ്ടായിരുന്നത് വ്യക്തിയുടെ വിവരങ്ങൾക്ക് സ്വകാര്യത ഉണ്ടോ? മറ്റെന്തോ വിവാദം വന്നില്ലേ,
ഇപ്പൊ പറയുന്നത് സംരംഭകരുടെ മൊബൈൽ നമ്പറൊക്കെ ഞങ്ങൾക്ക് തന്നാ എന്തോ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഞങ്ങൾ കഴിഞ്ഞ 28-ലായിരുന്നു റാങ്ക്, 15-ലേക്ക് മാറി. മനോരമയുടെ 1-ാം പേജിൽ നിങ്ങൾക്ക് ഒരെണ്ണം കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട 100 മിന്നൽ വാർത്തകളില്ല, അത് കാണിക്കാൻ പറ്റുമോ? 28-ന്ന് 15-ലേക്ക് ചാടിയെന്ന് കേരളത്തിൽ. ഞാൻ അങ്ങേയല്ലാട്ട് കുറ്റം പറയുന്നത്, ഇങ്ങനെ ചോദിച്ചു വന്നതുകൊണ്ട് ഒരു അവസരം നോക്കിയായിരുന്നു. ആരെങ്കിലും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ഒരു അവസരം ഈ ഇത്രയും വന്നിട്ട് ആദ്യമായിട്ട് ഒരു മനോരമ ലേഖൻ ചോദിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോഴും മനോരമയിൽ കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റുകാരുടെ മുട്ടിലിഴയൽ സമരം, സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ പ്രദക്ഷിണ സമരമൊക്കെ കൃത്യമായിട്ട് വരാറുണ്ട്. പാവപ്പെട്ട ആൾക്കാർ കരുതും ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ സ്വമേധയാ ചെയ്യുന്നതാണെന്ന്. അല്ല, തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരു PSC ലിസ്റ്റിലെ സമ്പൂർണ്ണ പേർക്കും ജോലി കൊടുക്കണമെന്നുള്ളൊരു സ്ഥിരം തരികിട നമ്പരുമായിട്ട് പാവപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സിനെ ഇളക്കി വിട്ടുകൊണ്ട് ഇവർ ഒരു സമരത്തെ അങ്ങ് സ്പോൺസർ ചെയ്യും. ആ സ്പോൺസർ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ, മനോരമയ്ക്ക് വാർത്തയുമായി, കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയ നേട്ടവുമായി സർക്കാരിനെ ഇകഴ്ത്താൻ വേണ്ടി ഇതാ ഒരു സമരം. ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതാണ്. അതുപോലെയാണ് ആശാവർക്കർമാരെ ഇപ്പോൾ രംഗത്തിറക്കി സർക്കാർ കൊടുക്കുന്ന 13,000 രൂപ ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ല. ആ സന്ദർഭത്തിൽ PSC അംഗങ്ങളുടെ വേതനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ രീതിയിൽ ഒരു നെറുകേട് കാണിക്കാൻ പരിശ്രമിച്ചത്. പക്ഷേ വേണ്ടത്ര ഒത്തില്ല. കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അതൊക്കെ മറികടക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ടാകുമെന്ന് മനോരമയെ അധികം വൈകാതെ ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് തന്നെയാണ് ഈ വാചകങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാകുന്നതെന്ന് പറയേണ്ടി വരികയാണ്.